ഹലോ, എല്ലാവർക്കും മുറ്റത്തെ മുല്ലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ആവശ്യം വേണ്ട ഒരു സാധനമാണ്. ഇത് റോബോ റോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു ക്ലീനറാണ്. ഇത് തറ അടിച്ചു വാരുകയും തുടയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു റോബോട്ടാണ്. അപ്പോൾ സംഭവം നമുക്കൊന്ന് തുറന്നു നോക്കാം. സംഭവം പെട്ടി കാണുന്നത് പോലെയല്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇവിടെ ഇതിൻ്റെ പാർട്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റോബോ. ഇതിലിപ്പോൾ 2 കളേഴ്സ് അവൈലബിൾ ആണ്, വൈറ്റും ബ്ലാക്കും അവൈലബിൾ ആണ്. ഞങ്ങളിപ്പോൾ മേടിച്ചിരിക്കുന്നത് വൈറ്റ് ആണ്. ഒരു പാഡാണ്. ഈ പാഡിന് പുറത്താണ് ഈ റോബോ വന്നിട്ട് ചാർജ് ആവാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. പിന്നെ കാറ്റലോഗ്, ഇതാണ് തറ മോപ്പ് ചെയ്യുന്ന ഒരു ഫാബ്രിക്കിൻ്റെ ഒരു പാഡ് വന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റോബോ. ഇതിന് പുറത്തേക്ക് എടുത്തു. ഇത് ചാർജർ. ഇതാണ് ഇതിൻ്റെ ചാർജർ. ഇതിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുക. ഇതിനൊരു 6 കിലോ വെയിറ്റ് ഉണ്ട്. ഈ കാണുന്ന വീലുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഒരു അടപ്പുണ്ട്. ഇതിങ്ങനെ തുറന്നെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ബ്രഷാണ് കച്ചറയൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇതുവഴിയാണ് ഉള്ളിലോട്ട് അതിൻ്റെ വേസ്റ്റ് ഫുള്ള് ഉള്ളിലൊരു ബാഗിലടിയും. അത് നമുക്ക് മറു സൈഡിൽ കൂടിയാണ് ഓപ്പൺ ചെയ്യുക. പിന്നെ ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. ഇതിൽ ഇവിടെ ഒരു ഓപ്പൺ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇതിലൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഈ വെള്ളം എടുത്തിട്ടാണ് മോപ്പ് ചെയ്യുന്നത്. ഇത് വെള്ളം നിറച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് നമുക്ക് തിരിച്ചു വെക്കാൻ പറ്റും. ഇപ്പോൾ അടിച്ചുവാരി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ തുറക്കാം. തുറന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഈ ഒരു ടാങ്ക് എടുക്കാം. ഇതിനുള്ളിലാണ് വേസ്റ്റൊക്കെ നിറയുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ തുറന്നിട്ട് വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്തിട്ട് തിരിച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ റോബോയെ ഇപ്പോൾ ഞങ്ങൾ കുഞ്ഞപ്പൻ എന്നാണ് വിളിക്കുന്നത്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ ഷോർട്ട് ഫോമായിട്ട് കുഞ്ഞപ്പൻ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളിതിനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു വർക്ക് സ്റ്റേഷൻ ഉണ്ട്. ഇതിനൊരു പവർ സ്റ്റേഷൻ ഉണ്ട്. അത് ഇവിടെ ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ ഇവിടേക്ക് ഓട്ടോമാറ്റിക്കലി പുള്ളി വന്ന് ചാർജിങ്ങിന് ഇരുന്നോളും. ഇപ്പോൾ നമ്മൾ ഒരു ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇതിൻ്റെ. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കതിൽ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ടൈം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ 10 മണിയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 മണിയാകുമ്പോൾ പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങും. പിന്നെ നമുക്ക് ഏതൊക്കെ റൂം ക്ലീൻ ചെയ്യണം, മേ ബി സൺഡേ നമുക്കിപ്പോൾ ഒരു 2 റൂം ക്ലീൻ ചെയ്യണം, മൺഡേ കിച്ചൺ ക്ലീൻ ചെയ്യണം, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ എങ്ങനെയാണോ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതായത് ടൈം ടേബിൾ അനുസരിച്ചിട്ട് പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങും, നേരെ പോവും, എല്ലായിടും ക്ലീൻ ചെയ്യും. പക്ഷേ ഡോറുകൾ ഓപ്പൺ ആയിരിക്കണം. ഡോറുകൾ ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് കയറാൻ പറ്റില്ല. ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് തള്ളിയൊക്കെ നോക്കും, പറ്റിയില്ലെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യില്ല. അപ്പോൾ എവിടേക്കാണോ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് പോവും, ക്ലീൻ ചെയ്യും. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് നേരെ ഈ ചാർജ് സ്റ്റേഷനിലേക്ക് കയറിയിട്ട് പവർ ചാർജിങ്ങിൽ നിന്ന് അനൗൺസ് ചെയ്തിട്ട് പുള്ളി ചാർജിങ്ങിന് ഇരുന്നോളും. നെക്സ്റ്റ് ഡേ നമ്മൾ സെറ്റ് ചെയ്ത് അനുസരിച്ചിട്ട് വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യും, ഇല്ല ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ അന്ന് ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യാം. അതായത് നമ്മുടെ എന്താ പറയുക, പണിക്കാരെ പോലെ, പക്ഷേ കൃത്യമായിട്ട് ടൈം ടേബിളൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു പണിക്കാരനെ പോലെയാണ്. പിന്നെ പണി കൂടി എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻ്റ് ഒന്നുമില്ല. പുള്ളി പോയിട്ട് എവിടെയൊക്കെ ക്ലീൻ ചെയ്യണോ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് തിരിച്ചു വന്ന് നേരെ ഇവിടെ ഇരുന്ന് ചാർജ് ആയിക്കോളും. പിന്നെ ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഡോറൊക്കെ ക്ലോസ് ആണെങ്കിൽ പുള്ളിക്ക് തിരിച്ച് കയറാൻ പറ്റുക, അല്ലെങ്കിൽ പുള്ളി അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ സാധനം കാണാനില്ലെങ്കിൽ നമുക്ക് മൊബൈലിൽ ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ദ റോബോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ പുള്ളി ഐ ആം ഹിയർ എന്ന് വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇത് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസുകളൊക്കെ കാണിക്കും. ഇതിപ്പോൾ ഒരു റോബോയാണുള്ളത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഭാഗത്താണ് ഇപ്പോൾ ഈ റോബോ ഇരിക്കുന്നത്. റോബോ ഓട്ടോമാറ്റിക്കലി ഒരു മാപ്പ് ഇപ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതൊരു മാപ്പ് ഉണ്ടാക്കും. അപ്പോൾ മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബ്ലൂവിൽ കാണുന്നതൊക്കെയാണ് അതിൻ്റെ മാപ്പ്. അതായത് ഞങ്ങളുടെ റൂമിൻ്റെ ആ ഒരു ഏതൊക്കെ ഏരിയയാണ് ക്ലീൻ ചെയ്യാൻ പറ്റുക. അതായത് ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിളിൻ്റെ അടിയിൽ പോകാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പോകാൻ പറ്റാത്ത സാധനങ്ങളാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്ക്വയർ അങ്ങനെ കാണിക്കുന്നത്. റൂമിൻ്റെ ഏരിയ കാണിക്കും. ബാറ്ററി 100% ആണ്, അത് കാണിക്കുന്നുണ്ട്. പിന്നെ എത്ര ടൈം എടുക്കും, ഈ റൂം ഫുള്ള് ക്ലീൻ ചെയ്ത് വരാൻ 24 മിനിറ്റ്സ് എടുക്കും എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ താഴെ ഇവിടെ റൂം കാണുന്നുണ്ട്. ഇവിടെ പോയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഓരോ റൂമിന് ഓരോ പേരിട്ട് കൊടുക്കാം. റൂം 1, 2, 3 ഇങ്ങനെ പേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഈ റൂംസിൽ പോയിട്ട് ഏതൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അല്ല പ്രീസെറ്റ് ആണെങ്കിൽ ജസ്റ്റ് ക്ലീൻ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ക്ലീൻ ചെയ്തോളും. ഇതിപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ ഓൾറെഡി ഞങ്ങളിവിടെ മുമ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ റൂമിൻ്റെ ഏരിയാസൊക്കെ പുള്ളിക്ക് അറിയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലീൻ കൊടുക്കുവാണ്. സ്റ്റാർട്ടിങ് ടു ക്ലീൻ പറയുന്നുണ്ട്. പുള്ളി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ അവിടെ ഒരു ചെയർ ഉണ്ട്. അപ്പോൾ ആ പുള്ളിക്ക് ആ ചെയർ ഒരു ഡിസ്റ്റർബൻസ് വരുമ്പോൾ പുള്ളി അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ക്ലീൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് ലൈൻ ഔട്ട്ലൈൻ കാണുന്നില്ലേ, ഒരു സ്ക്വയർ ഉണ്ടാക്കുക ചെയ്യുക. അതിന് ഇവിടെ എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടത് അതിനൊരു സ്ക്വയർ ഉണ്ടാക്കുക ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ പോയിട്ട് ആ വൈറ്റ് ലൈൻസ് കാണുന്നതൊക്കെ ക്ലീൻ ചെയ്ത ഭാഗമാണ്. ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ ഉണ്ടാക്കിയിരിക്കുന്ന സ്ക്വയർ 11 മീറ്റർ സ്ക്വയർ കാണിക്കുന്നത്. 9 മിനിറ്റ്സ് ഓൾറെഡി പുള്ളി വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ടൈം ഇത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഇനിയുള്ള ഏരിയയിൽ പുതിയ സ്ക്വയർ ഉണ്ടാക്കും. എന്നിട്ട്
അവിടെ ഇങ്ങനെ ഓരോ സെക്ഷൻ വൈസ് ക്ലീൻ ചെയ്ത് വരിക ചെയ്യുക. ഫുള്ള് കംപ്ലീറ്റ് ആകുമ്പോൾ വർക്ക് ഓവർ എന്നും കൂടി പറയും. ഈ കാണുന്ന ഇവിടെ ഒരു ലൈൻ കാണുന്നത് കട്ടിലിൻ്റെ കാലുള്ള ഭാഗമാണ്. അപ്പോൾ ആ ഒരു അവിടെ എന്തൊക്കെയാണ് ഡിസ്റ്റർബൻസ് വരുന്ന ആ ഭാഗം കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഏരിയാസ് ഫുള്ള് കവർ ചെയ്തിട്ടാണ് ആ സ്ക്വയർ വരയ്ക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇപ്പോൾ ഈ ഏരിയ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റൗണ്ടിൽ കാണുന്നതാണ് നമ്മുടെ റോബോ. അതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഡോറുണ്ട്, ബാത്റൂമിലേക്കുള്ള ഡോറാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ക്ലീൻ ചെയ്യണമെങ്കിൽ ഡോർ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് അത് അലാം പറയും. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് തുറന്നു കൊടുക്കാം, ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് ക്ലോസ് ചെയ്ത് തന്നെ ഇട്ടിരുന്നാൽ മതി. ബാക്കിയുള്ള ഭാഗം ക്ലീൻ ചെയ്തു. നമ്മൾ വീടുകളൊക്കെ വൃത്തിയാക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് കട്ടിലിൻ്റെ അടിഭാഗം, ടേബിളിൻ്റെ അടിഭാഗം, ഇവിടെയൊക്കെ കുനിഞ്ഞ് വൃത്തിയാക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. അപ്പോൾ കുഞ്ഞപ്പൻ വളരെ ഹൈറ്റ് കുറവായത് കാരണം നേരെ പോകുന്നു, ഫുൾ ക്ലീൻ ചെയ്ത് തിരിച്ചു വരുന്നുണ്ട്. അത് നോക്കുമ്പോൾ വളരെയധികം ഉപകാരപ്രദമായിട്ടാണ് തോന്നുന്നത്. പിന്നെ കോർണേഴ്സിലൊക്കെ എത്തുമ്പോൾ കോർണേഴ്സിൽ അതിന് കയറാൻ പറ്റാത്ത കോർണർ ആണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഫാൻ പോലെ ഉണ്ട്. അതുകൊണ്ട് അവിടെയുള്ള പൊടിയൊക്കെ ഊതി ഇങ്ങനെ എന്താ പറയുക നീക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് സക്ക് ചെയ്തെടുക്കുക ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ കൊണ്ടുവന്ന് സാധനം ഓപ്പൺ ചെയ്തു, ജസ്റ്റ് ചാർജറിൻ്റെ അവിടെ വെച്ച് ഓൺ ആക്കുമ്പോഴേക്കും ഒരു 5 സെക്കൻഡ്സിൽ ഫുൾ റൂം സ്കാൻ ചെയ്ത് ഒരു മാപ്പ് റെഡിയാക്കി കഴിഞ്ഞു പുള്ളി. അപ്പോൾ അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. Finished cleaning. Going back to the dock. ഇപ്പോൾ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചാർജർ അന്വേഷിച്ച് പോകുന്ന പോക്കാണ്. ചാർജറിനെ ഡോക്ക് എന്നാ പറയുക. അപ്പോൾ ഡോക്കിലേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി നേരെ പോവാണ്. പോയിട്ട് പുള്ളി തന്നെ ചാർജിങ് ആന്ന് പറഞ്ഞ് അവിടെ കയറി ഇരുന്നോളും. ഇപ്പം ക്ലീനിങ് കഴിഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് എത്ര ഏരിയ ക്ലീൻ ചെയ്തു, ഇനി എത്ര ബാറ്ററി ഉണ്ട്, പിന്നെ എത്ര സമയമാണ് ക്ലീൻ ചെയ്തിരിക്കുന്നത്. 27 മിനിറ്റ്സ് എടുത്തിരിക്കുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കുമ്പോൾ അറിയാം അവിടെ നമ്മുടെ ഒരു ഇടയ്ക്ക് സാധനങ്ങളില്ലാത്ത എല്ലാ ഏരിയാസും കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എന്നിട്ട് ഒന്ന് ചാർജിങ്ങിന് ഇരിപ്പായി. ഇനി ഇതിനകത്ത് ഇപ്പം ഈ റൂമിൽ നിന്ന് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്ന പൊടി മുഴുവൻ അതിൻ്റെ ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ട്, അതിലേക്ക് സ്റ്റോർ ആയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ എടുക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഡസ്റ്റ്ബിൻ റിമൂവ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇതാണ്, ഇതിനകത്താണ് ഇതെല്ലാം സ്റ്റോർ ആവുന്നത്. ഇത് നമുക്ക് പുറത്തുകൊണ്ടുപോയി കളയാം. അപ്പം റൂമിലെ പൊടി മൊത്തം ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ തിരിച്ച് ഇതുപോലെ തന്നെ എടുത്തതുപോലെ തന്നെ നമുക്ക് ഇതിലിട്ട് ഇൻസേർട്ട് ചെയ്യാം. ഡസ്റ്റ്ബിൻ ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കുന്നുണ്ട്. ക്ലോസ് ചെയ്ത് വെക്കാം. ഇത്രേ ഉള്ളൂ. ഇന്നത്തെ അടിച്ചുവാരൽ കഴിഞ്ഞു. ഇനി നമുക്ക് മോപ്പിംഗ് കൂടി നോക്കാനുണ്ട്. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇടയ്ക്ക് ഡേയ്സ് കൂട്ടണം, മോപ്പിങ്ങിൻ്റെ ഡേയ്സ് കൂട്ടണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, പിന്നെ ഇപ്പോൾ സ്റ്റെപ്പുകൾ അങ്ങനെയുള്ളതിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പുള്ളിക്ക് ഡയറക്റ്റ് അങ്ങനെ കയറി പോകാൻ പറ്റില്ല. സപ്പോസ് അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് വേറെ റൂമിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞ് എന്തെങ്കിലും വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി കയറി പോകും. ഇല്ലെങ്കിൽ അവിടെ പോയി 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് തട്ടിയിട്ട് തിരിച്ചു പോരുക ചെയ്യാം. അത്യാവശ്യം ഒരു നല്ല പണിക്കാരനാണ്. ഇപ്പോൾ വർക്ക് ചെയ്യിച്ചിടത്തോളം ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൻ്റെ സെറ്റിങ്സ് നോക്കാം. ഇതിൽ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റിങ്സ് ഉണ്ടാവും. വാക്യൂം, വോയിസ് ആൻഡ് വോളിയം, ഷെഡ്യൂള്. ഇത് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനാണ്. എത്ര ദിവസം ക്ലീൻ ചെയ്യണം അങ്ങനെയൊക്കെ ഷെഡ്യൂൾ ചെയ്യാനാണ്. പിന്നെ ക്ലീനിങ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. പിന്നെ മെയിൻ്റനൻസ് ഉണ്ട്. അതിൽ കാണിച്ചു തരും നമ്മുടെ ആ ഒരു സ്റ്റോറേജ് എത്ര യൂസായി, അത് എത്ര കൂടി കഴിയുമ്പോൾ, എത്ര അവേഴ്സ് കൂടി കഴിയുമ്പോൾ
നമ്മളതെടുത്ത് ക്ലീൻ ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നിൻ്റെയും ഫിൽറ്ററിൻ്റെയും സൈഡ് ബ്രഷ്, മെയിൻ ബ്രഷ്, സെൻസർ, ഇങ്ങനെ ഓരോ ഐറ്റംസും എത്ര അവേഴ്സ് കഴിയുമ്പോൾ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും. പിന്നെ ഇവിടെ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഫൈൻഡ് മൈ റോബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോബോ എവിടെയാണെന്ന് അത് റോബോ തന്നെ പറയും. ഇനി നമുക്കിതിൻ്റെ മോപ്പിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതാണ് അതിൻ്റെ മോപ്പിംഗ് പാഡ്. പിന്നെ ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഇത് ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചാൽ മതി, ഇതിങ്ങനെ റിമൂവ് ആയി പോകും. പിന്നെ ഇവിടെ കൂടിയാണ് നമ്മൾ വെള്ളം നിറയ്ക്കേണ്ടത്. ഇതിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ അടയ്ക്കണം. എന്നിട്ട് ഇവിടെ ഒരു സ്ലോട്ടുണ്ട്. ഇത് ഇവിടെ കാണുന്നില്ലേ, ഈ ഒരു പോയിന്റിലേക്കാണ് ടച്ച് ചെയ്യുക. എന്നിട്ട് അതുവഴിയാണ് വെള്ളം വലിച്ച് ഉള്ളിലേക്ക് എടുക്കുക. ഉള്ളിലേക്ക് എടുത്തിട്ട് പിന്നെ അത് മോപ്പിലേക്ക് പോവുക ചെയ്യുക. നമുക്കിതിൽ വെള്ളം നിറച്ചിട്ട് വരാം. ഇതിപ്പോൾ വെള്ളം നിറച്ചു. ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാണ്. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതാണ് മോപ്പ് പാഡ്. ഇതിൻ്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് വാട്ടർ ഫില്ല് ചെയ്ത് വെക്കുന്നതെന്നും മോപ്പ് റിമൂവ് ചെയ്ത് വാഷ് ചെയ്യുന്നത് എങ്ങനെയാണ്, തിരിച്ച് ഇൻസേർട്ട് ചെയ്യുന്നതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് സൈഡിലായിട്ടും 2 ബുഷുണ്ട്. ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് വലിക്കുക. ഇപ്പം ഞാനിത് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഇതിനെ ഈ ഭാഗത്തുനിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഊരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ 2 സൈഡിലുള്ള ഈ 2 ബുഷിൽ പ്രസ് ചെയ്തിട്ട് റിമൂവ് ചെയ്തെടുക്കുക ചെയ്യാം. ഇപ്പോൾ ഇത് റെഡിയാണ്. ഇനി നമുക്ക് മോപ്പ് ചെയ്യാൻ പറ്റും. മോപ്പിംഗ് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതിപ്പോൾ ട്രൈ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഞാൻ ക്ലീൻ കൊടുക്കുന്നുണ്ട്. Positioning. Please wait. ഇപ്പോൾ ക്ലീൻ ചെയ്ത് പോയ ഭാഗമാണ്. ഭയങ്കര തുടച്ചിട്ട് ഡ്രൈ ആക്കിയിട്ടാണ് പോകുന്നത്. നനവൊന്നുമില്ല. ഞാൻ കുറച്ച് കളറുകളും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, എങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കാം. പിന്നെ ഒരു പ്രോബ്ലം തോന്നിയത് ഭയങ്കര ഹാർഡായിട്ടുള്ള കറകളൊക്കെ ഉണ്ടെങ്കിൽ മോപ്പ് ചെയ്യുമ്പോൾ അത് ഇളകുന്നില്ല. മീൻസ് ഒരുവിധം ലൈറ്റായിട്ടുള്ള കറകളൊക്കെ നന്നായിട്ട് ഇളകി പോകുന്നുണ്ട്. പിന്നെ റെഗുലറായിട്ട് നമ്മളിപ്പം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഹാർഡായിട്ടുള്ള കറകൾ ഉണ്ടാവാറില്ല, അതുകൊണ്ട് പ്രോബ്ലം ഉണ്ടാവില്ല. ആ ഒരു പ്രശ്നം മാത്രമേ തന്നെ തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാ തരത്തിലും വളരെ ഉപകാരപ്പെടുന്ന ഒരു റോബോ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. മോപ്പിംഗ് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഊരിയെടുക്കുക. ഇതിപ്പോൾ അതിന്ന് വെള്ളം മുഴുവൻ അഴുക്ക് ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഊരിയെടുത്തിട്ട് നമുക്കിതിങ്ങനെ കഴുകിയെടുക്കാം. കഴുകിയിട്ട് രണ്ടാമത് ഇതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞങ്ങൾ ശർക്കര വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഇത്രയും. ഇതിപ്പോൾ കഴുകിയിട്ട് നമുക്ക് രണ്ടാമത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ചാർജിങ് ഡോക്ക്. ഇതിപ്പോൾ ജസ്റ്റ് എവിടെയെങ്കിലും പ്ലഗ് ഇൻ ചെയ്തിട്ട് നിലത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ മോപ്പിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ആൻഡ്രോയിഡ് നേരെ ഇതിലേക്ക് കയറിയിട്ട് ചാർജായിട്ടിരുന്നോളൂ. ഇതിപ്പോൾ സ്റ്റെപ്പിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ താഴേക്ക് പോവുമോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ പുള്ളിക്ക് അപാര സെൻസിങ് ആണ്. സ്റ്റെപ്പൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് താഴേക്ക് പോകാണ്ട് പുള്ളി തിരിച്ച് പോവുകയാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.
താങ്ക്സ് ഫോർ വാച്ചിങ്.